എല്ലാവർക്കും പുതിയ വീഡിയോസ് ആകാതെ കുറച്ച് ദിവസം എന്നെ കാണാൻ പറ്റിയിട്ടില്ല. യൂട്യൂബുമായി ബന്ധപ്പെട്ടുങ്ങാൻ അത് ബ്ലോക്കായി പോയതായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഓപ്പണായി വന്നാൽ എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്തുകൊണ്ട്, ഇന്ന് ഇഷ്ടപ്പെടുന്ന ആൾ ലൈക്ക് ചെയ്തുകൊണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഏതായാലും പറയാനുള്ള കാര്യം എന്താ പറയുക, ഇറാൻ്റെ മുമ്പിൽ മടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. ഒരു നിലക്കും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും നടക്കുന്നില്ല. കാരണം എന്താ പറയുക, ആൾക്കാർ മനസ്സിലാക്കാൻ കാര്യം എന്താ അറിയോ, ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ അമേരിക്ക വരെ കത്തും. പറയാനുള്ള കാര്യം എന്താ പറയുക, 7 മിനിറ്റ് കൊണ്ട് ഇറാൻ മിസൈലിട്ട് 7 മിനിറ്റ് കൊണ്ട് അമേരിക്കയിലെത്തുന്ന മിസൈലുകളാണ് ഇറാൻ്റെ പക്കലുള്ളത്. ആ ഒരു സംഗതി കേൾക്കുന്ന സമയത്ത് കിളി പോകുന്നുണ്ട് എല്ലാവർക്കും അല്ലേ. അത്രക്കും ഇറാൻ എന്താ പറയുക, ലോകരാജ്യത്തിന് മുമ്പിൽ ശരിക്കും പറയുകയാണ്, ലോകത്തിന് മുമ്പിൽ ഇറാൻ നമ്പർ 1 എന്ന് പറയാൻ പറ്റുന്നുണ്ട്. പറയാൻ എന്താ അറിയോ, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ എന്താ അറിയോ, ഈ അമേരിക്കയും ഇറാനും യുദ്ധം ചെയ്യാനുള്ള കാരണം എന്താ, ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ, ആയുധം ഉണ്ടാക്കേണ്ടതുള്ള. ഇതാ ഇറാൻ പുതിയ ടെക്നോളജികൾ, ആയുധങ്ങൾ, വളരെ ശക്തമായുള്ള ഹൈപ്പർ മിസൈലുകളും ബാക്കിയുള്ള സംഗതികൾ ഉണ്ടാക്കുന്നു. അത് അമേരിക്കയ്ക്ക് ഭയങ്കര പ്രശ്നമാകുന്നു. കാരണം അതല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇറാൻ മിസൈലുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിനേക്കാളും വലിയൊരു മിസൈൽ ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിക്കേണ്ടത്. പക്ഷെ അമേരിക്ക നടക്കുന്നില്ല. എല്ലാ വിധത്തിലുള്ള സംഗതികൾ, ഡ്രോണുകളാകട്ടെ, പിന്നെ ചെറിയ മിസൈലുകളാകട്ടെ, ഹൈപ്പർ മിസൈലുകളാകട്ടെ, എല്ലാ വിധത്തിലും ഇറാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അമേരിക്കക്ക്. ഇസ്രായേൽ പറഞ്ഞതാണ്, എന്താ പറയുക, ഞങ്ങൾ ജീവിക്കണം, 300 കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകളെ ഇറാൻ ഉണ്ടാക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഇസ്രായേൽ പറയുന്നത്. നടക്കുന്ന കാര്യമാണോ? അങ്ങനെയാണ് ഓർക്കും പറഞ്ഞോട്ടെ. ഒരു രാജ്യത്തിന് മാത്രം മിസൈലുകൾ ഉണ്ടാക്കാൻ പാടില്ല, ബാക്കിയുള്ള എല്ലാ രാജ്യത്തും ഇസ്രായേലും അമേരിക്കക്കൊക്കെ ഈ മിസൈലുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏത്ത ന്യായമാണത്? ഒരു സംശയമുള്ള ഒരു ഭയങ്കര ഒരു വൃത്തിയുടെ സ്വഭാവമല്ലേ. ഏതായാലും ഇപ്പം ട്രംപിനെ സംബന്ധിച്ചോളം കത്തിട്ട് തുപ്പാനും പറ്റൂല, മതിൽ ചേർക്കാനും പറ്റൂല. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. ഇറാൻ്റെ ആയുധം കണ്ട് ലോകരാജ്യങ്ങൾ, ഇറാൻ്റെ ചങ്കൂറ്റം കണ്ടിട്ട്, ഇറാൻ്റെ ആയുധം കണ്ടിട്ട്, ഇറാൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്, എല്ലാ വിധത്തിലും കണ്ടാൽ അവിടെ മനസ്സിലാക്കാൻ തരും. 1,00,000-ലധികം ചാരന്മാരെ ഇറാൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. 1,00,000-ലധികം ആൾക്കാരെ കൊന്നൊടുക്കിയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ.